അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടോ. കുറേ നാളായില്ലേ നമ്മൾ ബ്യൂട്ടി ടിപ്സ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇന്നലെ ബ്യൂട്ടി ടിപ്സ് ചെയ്യാം. അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇന്നല്ല ചെയ്ത കേട്ടോ, ചെയ്തിട്ട് 2 ദിവസമായി. അപ്പം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. കാരണം നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം ഒരുപാട് കരുവാളിച്ച് കറുത്തൊക്കെ ഇരിക്കത്തില്ലേ, ടാനൊക്കെ അടിച്ചിരിക്കത്തില്ലേ, അതൊക്കെ ഒറ്റ പ്രാവശ്യം ഇടുന്നതിലൂടെ ഇത് നന്നായിട്ട് മാറി കിട്ടുന്ന നല്ലൊരു പാക്കാണ്. എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യാവുന്ന പാക്കുമാണ്. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് വളരെയേറെ നല്ലതാണ്. സ്കിന്നിന് നല്ല കളർ കിട്ടാനും നമ്മുടെ എന്താ പറയുന്നത് പിഗ്മെന്റേഷനൊക്കെ ഇല്ലേ ഒരു പരിധി വരെ മാറാനും ഒക്കെ ഈ ബീട്രൂട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ ബീട്രൂട്ട് വേണം. പിന്നെ കുറച്ച് പേരയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരയുടെ കിളിന്തല, മൂത്ത ഇല എടുക്കരുത്, കിളിന്തല എടുക്കുക. ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു 3 ദിവസം 4 ദിവസം തേക്കാവുന്ന രീതിയിൽ ആദ്യം എടുക്കാവുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കണ്ട. ഒരു 4 ദിവസത്തിൽ കൂടുതലൊന്നും ഇത് വെക്കാനായിട്ട് പാടില്ല. പിന്നെ വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ഉണ്ടാക്കി 4 ദിവസം വെച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ 3 ദിവസമാണെങ്കിൽ 3 ദിവസം വെച്ച് ഉണ്ടാക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പം ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം, നിങ്ങളുടെ സൗകര്യത്തിന് എടുക്കുക കേട്ടോ. അപ്പം ബീട്രൂട്ട് എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് നമ്മുടെ പേരയിലയും നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം ഈ ബീട്രൂട്ട് പേരയില ഒരു 5-8 എണ്ണം എടുത്തു കേട്ടോ. തീരെ തളിരലയല്ലേ, അപ്പോൾ ഒരു 5-8 എണ്ണം എടുക്കുക. ബീട്രൂട്ട് ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, മുട്ടനാണെങ്കിലും ഒരെണ്ണം എടുത്താൽ കുഴപ്പമൊന്നുമില്ല, 4 ദിവസം നമുക്ക് വെച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പം എടുത്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിടുക, നന്നായിട്ട് അരയ്ക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. നമുക്കതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. പേരയിലയുടെയും ബീട്രൂട്ടും അരച്ചതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അരിപ്പയിൽ അരിച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിനകത്ത് വേറൊരു കാര്യമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ റാഗി പൗഡറാണ്. അതായത് റാഗി പൗഡർ, പഞ്ഞപ്പുല്ല് എന്ന് പറയത്തില്ല, അത് തന്നെയാണ് ഈ റാഗി പൗഡർ. റാഗി പൗഡർ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പം ഞാനൊക്കെ എൻ്റെ മോനൊക്കെ ചെറുതായിരുന്ന സമയത്ത് റാഗി പൗഡർ വാങ്ങിക്കാതെ നമ്മൾ റാഗി വാങ്ങിച്ചിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് കലക്കി വെച്ചിട്ട് അതിനടിയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കും അല്ലേ. അപ്പം അതെടുത്ത് കുറുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം റാഗി പൗഡർ വാങ്ങിക്കാം, അന്നും കിട്ടുമായിരുന്നു. പക്ഷെ ആ പൗഡറിനെക്കാട്ടിലും ഗുണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു ചെയ്യുക പതിവ്. ഇതിനിപ്പോൾ ആരും മെനക്കെടേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് റാഗി പൗഡർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പം അതിനകത്ത് 1 സ്പൂൺ റാഗി പൗഡർ എടുക്കുക. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണല്ല, ഒരുവിധം വലിയ സ്പൂണിൻ്റെ 1 സ്പൂൺ റാഗി പൗഡർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബീട്രൂട്ടും പേരയിലയും കൂടെ അരച്ചെടുത്തതിൻ്റെ ജ്യൂസ് അവിടെ വെച്ചിട്ട് ആ ജ്യൂസിലേക്ക് ഈ റാഗി പൗഡർ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കട്ടകളൊന്നും വരാനായിട്ട് പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന മിക്കവർക്കും അറിയാം, എങ്കിലും അറിയാൻ വയ്യാത്തവർ കാണും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. ഒരു പാനിനകത്തോ പാത്രത്തിലോ ചരുവത്തിലോ എന്തിനകത്തെങ്കിലും കുറച്ച് വെള്ളം വെക്കുക. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി വരുമ്പോൾ അതൊന്ന് കുറുകി വരും. നന്നായിട്ട് കുറുകി വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ ഇടാവുന്ന ഒരു പരുവമുണ്ട്. ആ പരുവം നമുക്കറിയാലോ, ഫേസിലിടുന്ന പരുവം ഒരുപാട് ഒഴുകി പോകുന്ന പരുവമായിരിക്കരുത്. ഫേസിലിടുന്ന പരുവം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ആ വെള്ളത്തിൽ നിന്ന് ഇതെടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നമ്മൾ നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക.
തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. നമ്മുടെ മുഖത്തിടാൻ ആവശ്യമുള്ളത് എടുത്ത് മാറ്റി വെക്കുക. ബാക്കി ഒരു കുപ്പിയിൽ വല്ലതും ആക്കിയിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് 1 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക. ഫേസിൽ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫേസ് നന്നായിട്ട് കഴുകുക. ചിലവർ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നവർ അങ്ങനെ കഴുകാം. അല്ലാതെ ഇപ്പം സോപ്പ് ഉപയോഗിച്ചാണെങ്കിൽ സോപ്പ്, ഞാനൊക്കെ സോപ്പ് ഉപയോഗിച്ചാണ് കഴുകുന്നത് കേട്ടോ. എനിക്ക് ഫേസ് വാഷിനോടൊന്നും വലിയ താല്പര്യം. നമ്മളൊക്കെ പണ്ട് മുതലേ സോപ്പിട്ട് മുഖം കഴുകുന്നവരാണ്. ഫേസ് വാഷൊക്കെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിയേഴ്സ് സോപ്പ് ഇട്ടാണ് ഞാൻ മുഖം കഴുകുക. ഓരോരുത്തരും ഉപയോഗിക്കുന്ന സോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേക്കുക. അല്ലാണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ചേ മുഖം കഴുകാവുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. സോപ്പിട്ട് മുഖം നല്ല ക്ലീൻ ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫേസിൽ അഴുക്കിരിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പും ഒക്കെ മാറാനായിട്ട് നല്ലൊരു പായ്ക്കാണിത് കേട്ടോ. അപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുക. 20 മിനിറ്റോളം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. 20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലത് ഡ്രൈ ആകും, ചിലത് ഡ്രൈ ആകത്തില്ല. അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ചാണ് ഇത് ഡ്രൈ ആകുന്നതും ആകാതിരിക്കുന്നതും. ഡ്രൈ ആയാലും ആയില്ലെങ്കിലും 20 മിനിറ്റിന് ശേഷം ഇത് നിങ്ങൾക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. ഈ ഒറ്റ പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ. അതുപോലത്തെ കളറും കിട്ടും. നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് നമ്മൾ ഇരിക്കുകയും ചെയ്യും. എന്നും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. ശരിക്കും ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്. വൈകുന്നേരങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെയിലത്തോട്ടൊന്നും ഇറങ്ങില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ വെയിലത്തോട്ട് പോകാനായിട്ട് പാടില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മളിത് കുറുക്കിയെടുത്തതിന് ശേഷം മൊത്തത്തിൽ അങ്ങോട്ട് തൈര് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. മൊത്തത്തിൽ തൈര് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചീത്തയായി പോകും. നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുത്തിട്ട് അതിനകത്ത് തൈര് ചേർത്തെടുക്കുക. ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. 4 ദിവസം 3 or 4 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ടത് പാടില്ല. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. നല്ല സൂപ്പർ കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്കിപ്പം നാളെ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം ഇത് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.